യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വഭാവ രൂപാന്തരണം എങ്ങനെയായിരിക്കും എന്ന് തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ അവസ്ഥ എന്തായിരുന്നാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയും എന്നെ നടത്തുന്നതും എന്നെ പരിപാലിക്കുന്നതും എനിക്ക് വേണ്ടതെല്ലാം തരുന്നത് സർവശക്തനായ ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ആ ദൈവത്തിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കുന്നവൻ, അവൻ എത്ര തളർന്നവനാണേലും ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ അവൻ ചിറകടിച്ചുയരും. അവൻ പോലും ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് അവൻ പറന്നുയരും. നല്ല ഒരു ഓട്ടക്കാരനെ പോലെ അവൻ തൻ്റെ ഓട്ടം തുടരും. ഒരിക്കലും അവൻ തളരുകയില്ല. കാരണം അവൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് കർത്താവായ ദൈവമാണ്. ആ ദൈവത്തിലാണ് അവൻ്റെ ആശ്രയം. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സർവശക്തനായ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഒരു കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കേണ്ടതില്ല. ഒന്നും നമ്മുടേതായിട്ടില്ല, ഒന്നും നമ്മൾ നേടിയതുമല്ല. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവാനുഗ്രഹത്തിൽ ലഭിച്ചതാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ പ്രതിഫലമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബസമാധാനം നമുക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഈ നിമിഷം വരെ കർത്താവ് നമ്മുടെ കൈപിടിച്ച് നടത്തിയതിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ദൈവിക സഹായം എപ്പോഴും നമ്മുടെ കൂടെയുള്ളതിന് നന്ദി പറയാം. ലോകസമാധാനത്തിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായി മാറിയതിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവിക ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതിന് നന്ദി പറയാം. നമ്മുടെ മക്കളെ, തലമുറകളെ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകകർത്താവുമായ യേശു ക്രിസ്തുവിൽ സർവശക്തനും സർവാധീനവനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.